വയോധികരായ മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ടത് മക്കളുടെ ഉത്തരവാദിത്തമാണ്. എന്നാൽ ഇത് മനസ്സിലാക്കാത്ത മൃഗതലുരായ ചില മനുഷ്യരുണ്ട്. തൃശൂർ മടവാക്കരയിൽ മകൻ അച്ഛനെ ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയത് സ്വത്ത് തർക്കത്തിനിടെയാണ്. മടവാക്കര സ്വദേശിയായ 89-കാരൻ കൃഷ്ണനാണ് കൊല്ലപ്പെട്ടത്. സംഭവവുമായി ബന്ധപ്പെട്ട് മകൻ രാധാകൃഷ്ണനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഭൂമി നൽകിയിട്ടും തനിക്ക് ജീവനാംശം നൽകിയില്ലെന്ന് കാട്ടി കൃഷ്ണൻ മകൻ രാധാകൃഷ്ണനെതിരെ നിയമ നടപടി സ്വീകരിച്ചിരുന്നു. ഇതിലുള്ള വൈരാഗ്യമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് പോലീസ് നൽകുന്ന വിവരം. മടവാക്കരയിൽ 89 വയസ്സുകാരനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവമാണ് കൊലപാതകമെന്ന് തെളിഞ്ഞത്. തനിച്ച് താമസിച്ചിരുന്ന ചിറ്റിശ്ശേരി മടവാക്കര പുലയടത്ത് പറമ്പിൽ വീട്ടിൽ കൃഷ്ണനെ കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ചെങ്ങാലൂരിലുള്ള മൂത്തമകൻ മുരളീധരൻ പിതാവിനെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടാത്തതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മരണവിവരം പുറത്തറിയുന്നത്. മടവാക്കരയിലുള്ള വീട്ടിലെത്തിയ മുരളീധരൻ അടഞ്ഞുകിടന്ന വീട്ടിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്നത് മനസ്സിലായതോടെ പുതുക്കാട് പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. പോലീസെത്തി വീട് തുറന്നു നടത്തിയ പരിശോധനയിലാണ് കൃഷ്ണന്റെ മൃതദേഹം കണ്ടെത്തിയത്. മുറിയുടെ ചുമരിൽ ചാരി കട്ടിലിൽ ഇരിക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം. ഇടത് ചെവിയോട് ചേർന്ന് ആഴത്തിലുള്ള മുറിവും വീടിന്റെ 2ാം നിലയിലെ പുറത്തേക്കുള്ള വാതിൽ തുറന്നു കിടന്നതും കൊലപാതകമെന്ന സംശയമുണ്ടാക്കി. പോസ്റ്റ്മോർട്ടത്തിൽ തലയിലേറ്റ ആഴത്തിലുള്ള മുറിവാണ് മരണകാരണമെന്നും കൊലപാതകമാണെന്നും വ്യക്തമായതോടെ പോലീസ് അന്വേഷണം ഊർജിതമാക്കുകയായിരുന്നു. സമീപത്ത് താമസിക്കുന്ന മകൻ രാധാകൃഷ്ണൻ പിതാവിന്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാതിരുന്നത് സംശയത്തിനിടയാക്കി. തുടർന്നുള്ള അന്വേഷണത്തിലാണ് ഇയാളാണ് പ്രതിയെന്ന് കണ്ടെത്തി അറസ്റ്റ് ചെയ്തത്. രാധാകൃഷ്ണൻ ചുറ്റിക കൊണ്ട് തലക്കടിച്ചാണ് പിതാവിനെ കൊലപ്പെടുത്തിയതെന്ന് പോലീസ് പറയുന്നു. സ്വത്ത് തർക്കത്തെ തുടർന്ന് കൃഷ്ണനുമായി പിണങ്ങി തൊട്ടടുത്ത പറമ്പിലാണ് രാധാകൃഷ്ണനും കുടുംബവും താമസിച്ചിരുന്നത്. കൃഷ്ണന് ജീവനാംശമായി 3000 രൂപ നൽകാൻ കോടതി ഉത്തരവുണ്ടായിരുന്നു. എന്നാൽ ഈ തുക നൽകാൻ രാധാകൃഷ്ണൻ തയ്യാറാകാതിരുന്നതിനെ തുടർന്ന് കോടതി ഉത്തരവ് പ്രകാരം രാധാകൃഷ്ണന്റെ ഭൂമി അറ്റാച്ച് ചെയ്തു. ഈ സംഭവമാണ് പിതാവിനോടുള്ള വൈരാഗ്യത്തിനുള്ള കാരണം. സംഭവ ദിവസം രാവിലെ പത്രവിതരണത്തിനെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയ രാധാകൃഷ്ണൻ വീടിന്റെ മുകൾ നിലയിലൂടെ അകത്ത് കടന്ന് കൃഷ്ണനെ കൊലപ്പെടുത്തുകയായിരുന്നു. രാധാകൃഷ്ണനെ പുതുക്കാട് പോലീസ് സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുത്തു. ന്യൂസ് 18 തൃശൂർ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.